പ്പെടുമാറാകട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 14-ാം അധ്യായത്തിൻ്റെ 16 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുകയുണ്ടായി. ഇന്ന് 17 മുതലുള്ള ചില വാക്യങ്ങൾ പഠിക്കുവാനായിട്ട് നമുക്ക് സമയമെടുക്കാം. 17-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഇവിടെ ദൈവരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് സഭയെ സംബന്ധിച്ചാണ്. കാരണം സഭയിൽ ദൈവമക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതായ ചില ബന്ധങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. നാം അത് ചിന്തിക്കുകയുണ്ടായി. റോമയിലെ സഭയിൽ യഹൂദന്മാരിൽ നിന്ന് വന്നവരും ജാതികളിൽ നിന്ന് വന്നവരും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും രണ്ട് പശ്ചാത്തലമാണ്. യഹൂദന്മാർക്ക് ഒത്തിരി നിയമങ്ങൾ ഉണ്ടായിരുന്ന, ഭക്ഷണത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ ദിവസങ്ങളെ സംബന്ധിച്ചും ഒക്കെ ധാരാളം നിയമങ്ങൾ പഴയ നിയമത്തിൽ അവർക്കുണ്ട്. എന്നാൽ ജാതികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെയുള്ള യാതൊരു നിയമങ്ങളുമില്ല. എന്തും കഴിക്കാം, ഏത് ദിവസവും അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ യഹൂദന്മാർക്കുണ്ടായിരുന്നത് പോലെയുള്ള ഒരു വിധികളൊന്നുമില്ല. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് വചനത്തിൽ നമുക്ക് ഒരു ഉദാഹരണത്തിന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നുണ്ട്, അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നേരിലത്രേ, ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളതും. അപ്പോൾ ഈ ഭക്ഷണപാനങ്ങൾ, പിന്നെ പെരുന്നാൾ, വാവ്, ശബത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യഹൂദന്മാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ യഹൂദന്മാരിൽ നിന്ന് അവർ രക്ഷിക്കപ്പെട്ട് സഭയിലേക്ക് വന്നപ്പോൾ അവർ അങ്ങനെയുള്ള കുറേയേറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ഈ സഭയിലേക്കും കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. ജാതികളിൽ നിന്ന് വന്നവർ ഭക്ഷണം കഴിക്കുന്നതിനെ അവരെ വിലക്കുകയും അതുപോലെ തന്നെ ജാതികളിലും ഈ ഭക്ഷണം സംബന്ധിക്കുന്നതായിട്ടുള്ള നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ അന്യോന്യം അവരവരുടെ സംസ്കാരത്തെ സഭയിൽ അടിച്ചേൽപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ ഇത് എഴുതുന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലും അതുപോലെ നമുക്ക് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലും അതുപോലെ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലൊക്കെ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ, വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്. ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. ഇത് എബ്രായ വിശ്വാസികളോട് പറയുന്നതായിട്ടുള്ള കാര്യമാണ്. ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല. ഈ വിവിധ നിലകളിലുള്ള ഭോജന നിയമങ്ങളും വിവിധ ദിവസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നതായിട്ടുള്ള സംവിധാനം ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ യഹൂദന്മാർക്കും ജാതികൾക്കും വ്യത്യസ്തമായിട്ടുള്ള അളവിലുണ്ടായിരുന്നു. അവർ രണ്ടുപേരും അവരവരുടേതായിട്ടുള്ള സംസ്കാരത്തെ സഭയിൽ അടിച്ചേൽപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയും സഭയിൽ അത് സംബന്ധിച്ച് തർക്കവും ഭിന്നതയും ഒക്കെ ഉണ്ടാകുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യങ്ങളൊക്കെ എഴുതുന്നത്. യഥാർത്ഥത്തിൽ ക്രിസ്തീയ സംസ്കാരം എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ് നമുക്ക് വേണ്ടത്, ക്രിസ്ത്യൻ സംസ്കാരം. അവിടെ നമ്മൾ ആചരിച്ചു പോന്ന അല്ലെങ്കിൽ നമുക്കുണ്ടായിരുന്നതായിട്ടുള്ള ഒരു സംസ്കാരവും അത് സഭയിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിഷയമല്ല. ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ ഈ ഭക്ഷണത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ദിവസങ്ങളെ സംബന്ധിച്ചോ ഒക്കെ ഉണ്ടാകാം. അത് അവരിൽ തന്നെ ഇരിക്കുക എന്നുള്ളതല്ലാതെ സഭയിൽ അതൊരു നിയമമായിട്ട് കൊണ്ടുവരാനായിട്ട് പാടില്ല. ഇവിടെ ദൈവരാജ്യം എന്ന് പറയുന്നത്, ഇത് പറഞ്ഞിട്ടാണ് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല എന്ന് പറയുന്നത്. അതായത് സഭ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ ഏതെങ്കിലും ഭോജന നിയമങ്ങളോ ദിവസങ്ങൾക്ക് ഉള്ള പ്രാധാന്യങ്ങളോ ഒന്നും ഉൾപ്പെടുന്നതോ അതിൻ്റെ നിബന്ധനകൾക്കോ നിയമങ്ങൾക്കോ വിധേയപ്പെട്ടതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് ഇതുപോലെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളല്ല, മറിച്ച് അത് ആത്മീകമാണ് എന്ന് ആണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ആത്മീയമാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഇരിക്കുന്നത്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അപ്പോൾ സഭയിൽ എന്താണ് വേണ്ടത്? സഭയാണ് ഇന്ന് ദൈവരാജ്യം, ആത്മീകമായിട്ടുള്ള ദൈവരാജ്യം. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് കർത്താവ് പിലാത്തോസിനോട് പറഞ്ഞു.
അപ്പോൾ ഐഹികമല്ലാത്ത സഭയാകുന്ന ദൈവരാജ്യത്തിൽ ഭക്ഷണത്തെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നതായ ഒരു സംസ്കാരമല്ല ഉള്ളത്. അവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും ആന്തരികമായിട്ടുള്ള കാര്യങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ്. അതിൽ പറയുന്ന 3 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അത് നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. നീതി എന്ന് പറയുന്നത് നമുക്കറിയാം, റോമാലേഖനത്തിൽ ആദ്യത്തെ 5 അധ്യായങ്ങളിൽ അല്ലെങ്കിൽ 5 അധ്യായങ്ങളിൽ നമ്മൾ ദൈവിക നീതിയെക്കുറിച്ചാണ് പഠിച്ചത്. ക്രിസ്തുയേശുവിലൂടെ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ദൈവം നൽകുന്നതായിട്ടുള്ള ദൈവിക നീതി, അത് സഭയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ആ ഒരു നീതീകരണത്തിലേക്ക് വന്നിട്ടില്ലാത്ത ആർക്കും ദൈവരാജ്യത്തിൽ യാതൊരു വക ഒന്നും ഒരു ബന്ധവും ദൈവരാജ്യവുമായിട്ടില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന് ദൈവരാജ്യം സഭയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. സഭയിൽ ഈ നീതീകരണം പ്രാപിക്കാത്തതായിട്ടുള്ള ധാരാളം ആളുകളുണ്ട് എന്ന് മിക്കവാറും എല്ലാ സഭകളുടെയും നേതൃത്വത്തിലുള്ള ആളുകൾ പറയാറുണ്ട്. അവിടെ ദൈവിക നീതി പ്രാപിക്കാത്തതായിട്ടുള്ള, അതായത് വീണ്ടും ജനനം പ്രാപിക്കാത്തതായിട്ടുള്ള ആളുകളുണ്ട് എന്ന് പറയാറുണ്ട്. വചനം തന്നെ അങ്ങനെ പറയുന്നുണ്ട്. പ്രാകൃതരായിട്ടുള്ള ആളുകളും ജലീകരായിട്ടുള്ള ആളുകളും അതുപോലെ ആത്മീകരായിട്ടുള്ള ആളുകളും ഉൾപ്പെടുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്നതായിട്ടുള്ള കൂട്ടങ്ങൾ. എന്നാൽ ദൈവരാജ്യത്തിൽ അങ്ങനെയുള്ള ആളുകൾ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ദൈവസഭയിൽ അങ്ങനെയുള്ള ആളുകളൊന്നും ഉണ്ടായിരിക്കുകയില്ല. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറയുമ്പോൾ ആ സഭയും നമ്മുടെ ഒരു കൂട്ടവുമായിട്ട് നമുക്ക് നേരിട്ട് ബന്ധപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നതല്ല. കർത്താവ് പണിയുന്നതായിട്ടുള്ള സഭയിൽ ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളതായിട്ടുള്ള എല്ലാവരും ഉണ്ട് എന്നൊന്നും നമുക്ക് പറയാനായിട്ട് കഴിയില്ല. ഇല്ല എന്നും പറയുവാനായിട്ട് നമുക്ക് കഴിയില്ല. അങ്ങനെ വിധിക്കാനായിട്ട് നമുക്ക് യാതൊരു അവകാശവുമില്ല. എന്നാൽ ഈ നീതി പ്രാപിക്കാത്ത ആരെങ്കിലും, ദൈവിക നീതി പ്രാപിക്കാത്ത, വിശ്വാസത്താൽ, ശരിയായിട്ടുള്ള വിശ്വാസത്താൽ പ്രാപിക്കാത്ത ആരും ദൈവരാജ്യത്തിൽ ഉണ്ടാകുകയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ മറ്റൊരാളെ വിധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. അപ്പോൾ നീതി, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, നീതീകരണം പ്രാപിച്ച ആളുകളുടെ ഒരു കൂട്ടമാണ് ദൈവരാജ്യം. അവിടെ ആ നീതി ഉണ്ടായിരിക്കണം. രണ്ടാമത് പറയുന്നത് അവിടെ സമാധാനം ഉണ്ടായിരിക്കണം. നീതിയും സമാധാനവും. ഇവിടെ സമാധാനക്കേടിൻ്റെ ഒരു വിഷയമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വിധിക്കുന്ന, സഹോദരനെ സ്നേഹിക്കാത്ത, സഹോദരനെ ഇടർച്ച വരുത്തുന്ന, സഹോദരന്മാരെ നശിപ്പിക്കുന്ന ഒരു കലഹത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സഭാന്തരീക്ഷമാണ് നമ്മൾക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ അത് ഒരു ദൈവരാജ്യത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ദൈവരാജ്യത്തിൽ സമാധാനം ഉണ്ടായിരിക്കണം. അത് മനുഷ്യർ തമ്മിലും ദൈവരാജ്യത്തിലെ അംഗങ്ങൾ തമ്മിലും അതുപോലെ തന്നെ ദൈവവുമായിട്ടുള്ള സമാധാനം. ഇവിടെ പ്രധാനമായിട്ടും അംഗങ്ങൾ തമ്മിലുള്ള സമാധാനം എന്നുള്ളതാണ് വിവക്ഷിച്ചിരിക്കുന്നത്. കാരണം സഭയിലെ ഒരു കലഹത്തെ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസത്തെ ആണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വിശദീകരിച്ച് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ ഒരു ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഈ ഒരു വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ സമാധാനം എന്ന് പറയുന്നത് സഭയ്ക്കുള്ളിൽ ദൈവമക്കൾ തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കേണ്ട സമാധാനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ദൈവരാജ്യത്തിന് വേണം, നീതി വേണം. നീതി ഉണ്ടായാൽ മാത്രം പോരാ. നീതീകരണം പ്രാപിച്ചതായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്ത് അവിടെ ഭിന്നതയ്ക്കോ പ്രശ്നങ്ങൾക്കോ ഒന്നും യാതൊരു പ്രസക്തിയില്ല. അവിടെ സമാധാനമാണ് വേണ്ടത്. സമാധാനം, അന്യോന്യമുള്ള സമാധാനം. സമാധാനമില്ലാത്തിടത്ത് യഥാർത്ഥത്തിൽ ഒരു ദൈവരാജ്യമെന്ന് നമുക്കിതിനെ പറയുവാനായിട്ട് കഴിയുകയില്ല. ദൈവരാജ്യമാണെങ്കിൽ, ദൈവസഭയാണെങ്കിൽ അവിടെ സമാധാനം ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ സന്തോഷവും. അപ്പോൾ ദൈവമക്കൾ പരിശുദ്ധാത്മാവിൽ സന്തോഷം അനുഭവിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരവസ്ഥയിലാണ്. ആത്മാവിലുള്ള നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ സ്വരം കേട്ട് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളിലാണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് ദൈവരാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവസഭയെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അവർ ദൈവിക നീതി പ്രാപിച്ചതായിട്ടുള്ള ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ ദൈവിക നീതി പ്രാപിച്ചതായിട്ടുള്ള ആളുകളായിരിക്കണം. രണ്ടാമത്, ദൈവരാജ്യത്തിലെ അംഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതായിട്ടുള്ള ബന്ധം
അത് സമാധാനത്തിൻ്റെ ഒരു ബന്ധമായിരിക്കണം. മൂന്നാമത് ആ ദൈവരാജ്യത്തിലെ അംഗങ്ങളെല്ലാവരും നിയന്ത്രിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലായിരിക്കണം. ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനെ ദൈവരാജ്യം എന്ന് പറയുവാനായിട്ട് കഴിയുള്ളൂ. ഇതിനകത്ത് ഉള്ള അപാകതകളെ തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് റോമയിലെ സഭയിലേക്ക് പൗലോസ് അപ്പോസ്തലൻ മറ്റനേക കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂടെ ഈ ഒരു വിഷയവും കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൽ 18-ാമത്തെ വാക്യത്തിൽ, അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാകുന്നവനും തന്നെ. അതിൽ എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവരാജ്യത്തിൽ 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ. ദൈവരാജ്യത്തിലുള്ള ആളുകൾ അവരെല്ലാവരും ക്രിസ്തുവിനെ സേവിക്കുന്നവരാണ്. അവർ 2 കാര്യങ്ങൾക്ക് അവർ ഉത്സാഹികളായിരിക്കും. ക്രിസ്തുവിനെ സേവിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും തന്നെ. അപ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവനായി ജീവിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിനെ സേവിക്കുക എന്ന് പറയുന്നത്. അതാണ് ഒരു ദൈവരാജ്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ദൈവസഭയിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള കാര്യം. ദൈവസഭയിൽ എല്ലാവരും സേവിക്കുന്നത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിനെ സേവിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ ക്രിസ്തുവിനെ സേവിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, അത് ദൈവത്തെ പ്രസാദിപ്പിക്കുക, മനുഷ്യർക്ക് നന്മ ചെയ്യുക, അല്ലെങ്കിൽ മനുഷ്യർക്ക് കൊള്ളാവുന്നവനായിട്ട് ജീവിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഭക്ഷണവും പാനീയവും ദിവസങ്ങളും ഒക്കെ വെച്ച് അന്യോന്യം വഴക്കടിക്കുന്നവരും ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള നിലപാടുകൾ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നവരും ഒക്കെ ആയാൽ അവിടെ മനുഷ്യർക്ക് കൊള്ളാവുന്നവരായി തീരുവാനായിട്ട് കഴിയുന്നില്ല. മനുഷ്യർക്ക് കൊള്ളാവുന്നവനല്ല, മനുഷ്യർക്ക് കൊള്ളരുതാത്തവരായിട്ടാണ് തീരുന്നത്. കാരണം അതിനു മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, സഹോദരന്മാർക്ക് ഇടർച്ച വരുത്തുന്നവര്, തടങ്ങൽ വയ്ക്കുന്നവര്, തടങ്ങൽ ഉണ്ടാക്കുന്നവര്, സ്നേഹപ്രകാരം നടക്കാത്തവര്, സഹോദരന്മാരെ വ്യസനിപ്പിക്കുന്നവര്, സഹോദരന്മാരെ നശിപ്പിക്കുന്നവര്, നന്മയ്ക്ക് ദൂഷണം വരുത്തുന്നവര്, ഇതെല്ലാം സഭയിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതൊന്നും സഭയിൽ മനുഷ്യർക്ക് ഗുണകരമാകുന്ന, മനുഷ്യർക്ക് കൊള്ളാവുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളല്ല. അപ്പം മനുഷ്യർക്ക് കൊള്ളാവുന്നതായിട്ടുള്ള പ്രവർത്തനം ആയിരിക്കണം ദൈവസഭയിൽ ഉണ്ടാകേണ്ടത്. മനുഷ്യരെ നശിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അവരെ വ്യസനിപ്പിക്കുന്നതോ അവർക്ക് ഇടർച്ച വരുത്തുന്നതോ തടങ്കൽ വെക്കുന്നതോ ആയിട്ടുള്ള ഒരു പ്രവർത്തനവും സഭയിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല എന്ന് റോമയിലെ വിശ്വാസികളെ പൗലോസ് അപ്പോസ്തലൻ വളരെ ശക്തമായി ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തെ പ്രസാദിപ്പിക്കുക. എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയുക? ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നത് വഴിയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ദൈവ ആത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നതിലൂടെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയുക. നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചാണ്, അല്ലെങ്കിൽ മനുഷ്യരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതം നയിക്കുന്നതിലൂടെയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നതിലൂടെയാണ്. അതിൽ ഒരു പ്രധാന കാര്യമാണ് മനുഷ്യർക്ക് കൊള്ളാവുന്നവനായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നാം ആയിരിക്കുന്ന സഭയിലെ വിശ്വാസികൾക്ക് എല്ലാവർക്കും നാം ഒരു മാതൃകയായിട്ടും അവർക്ക് ഒരു നിലയിലുമുള്ള ഇടർച്ച വരുത്താതെയും ജീവിക്കുന്ന ആളുകളായിരിക്കണം. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും അടിച്ചേൽപ്പിക്കുവാനായിട്ട് ദൈവസഭയിൽ നമുക്ക് ഒരു അനുവാദവും ദൈവം നൽകിയിട്ടില്ല. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, താല്പര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ അത് വ്യക്തിപരമായി തന്നെ നാം പിടിച്ചുകൊള്ളുക എന്നുള്ളതാണ് വചനത്തിലെ പ്രമാണം എന്ന് പറയുന്നത്. അങ്ങനെ മനുഷ്യർക്ക് കൊള്ളാവുന്നവരാണോ നാം? ദൈവസഭയിൽ നാം നമ്മുടെ സഹവിശ്വാസികൾക്ക് കൊള്ളാവുന്നവരായി ജീവിക്കുന്നവരാണോ? ഇവിടെ മനുഷ്യർക്ക് എന്ന് പറയുന്നത് പ്രാഥമികമായിട്ടും ദൈവ സഹവിശ്വാസികളെ സംബന്ധിച്ചും, എന്നാൽ പൊതുവിൽ എല്ലാവർക്കും. അതിനെക്കുറിച്ച് ഗലാത്യർക്ക് ലേഖനം എഴുതുന്നിടത്ത്, ആകയാൽ സകല മനുഷ്യർക്കും വിശേഷ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ മനുഷ്യർ എന്ന് പറയുമ്പോൾ അങ്ങനെ രണ്ടായിട്ട് വിഭാഗിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു സഭയിലെ ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൊണ്ട്, സഭയ്ക്കുള്ളിലെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവിടെ മനുഷ്യർ എന്ന് പറയുന്നത് പൊതുവിൽ എല്ലാവരെയും കുറിച്ചല്ല, മനുഷ്യർക്ക് സഭയിലുള്ള
സഹോദരന്മാരെ കുറിച്ചാണ് പ്രാഥമികമായിട്ടും പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് എല്ലാവരെയും സംബന്ധിച്ചും നാം കൊള്ളാവുന്നവരായി ജീവിക്കേണ്ടത് ആവശ്യമാണ്. ആകയാൽ അതുകൊണ്ട് എന്ത് ചെയ്യണം? നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചു കൊള്ളുക. സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർധനയ്ക്കും. നമുക്കറിയാമല്ലോ, അസമാധാനം മാറി അവിടെ സമാധാനം വരേണ്ടത് ആത്മീയ വർധന വരുത്തുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ആത്മീയ വർധന ഒരാൾക്ക്, നമുക്കൊരു സഹോദരന് അല്ലെങ്കിൽ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തണം എന്ന് നാം ചിന്തിച്ചാൽ അവിടെ സമാധാനം ഉണ്ടാകുക എന്ന് പറയുന്നത് അതിന് മുന്നോടിയാണ്. നമുക്ക് സമാധാനമില്ലാത്ത ഒരു സഭയിൽ ഒരിക്കലും ആത്മീയ വർധന വരുത്തുവാനായിട്ട് സാധിക്കുന്നതല്ല, അത് കഴിയുകയുമില്ല. അപ്പോൾ സമാധാന അന്തരീക്ഷത്തിൽ മാത്രമേ ഒരു സഭയ്ക്ക് അന്യോന്യം ആത്മീയ വർധന വരുത്തിയും പ്രബോധിപ്പിച്ചും ഒക്കെ മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം സമാധാനത്തിനും അതുപോലെ തന്നെ അന്യോന്യം ആത്മീയ വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചു കൊള്ളുക. അപ്പോൾ ഇതിവിടെ ഒരു ശ്രമം ആവശ്യമാണ് എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. അതങ്ങനെ തനിയെ വരുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. എവിടെയാണ് പക്ഷേ ഇതിൻ്റെ ശ്രമം? നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയും അധ്വാനിക്കുന്നവരാണ്, ശ്രമിക്കുന്നവരാണ്. എന്നാൽ ഈ ആത്മീയ വർധനയ്ക്കും സമാധാനത്തിനും വേണ്ടി സഭയിൽ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, നമ്മളാൽ അസമാധാനത്തിനുള്ള ഒരു വഴികളും നാം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളത് അതിൻ്റെ ശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ്. രണ്ടാമത്തെ കാര്യം, എന്തെങ്കിലും അസമാധാനം ആരെങ്കിലും ഉളവാക്കിയാൽ അല്ലെങ്കിൽ ഉളവാക്കുന്നുണ്ടെങ്കിൽ അതിനോട് കൂട്ടുചേരാതിരിക്കുക എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, അങ്ങനെ എന്തെങ്കിലും അസമാധാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനായിട്ട് നമ്മളാൽ ആവോളം എല്ലാം ചെയ്യുക എന്നുള്ളതും ഈ ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ സമാധാനത്തിനും ആത്മീയ വർധനയ്ക്കുമുള്ള ശ്രമം എന്ന് പറയുമ്പോൾ അതങ്ങനെ സ്വാഭാവികമായിട്ട് വരുന്നതല്ല, മറിച്ച് അതിന് ഒരു ഉത്സാഹവും ഒക്കെ നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് നാം കാണുന്നു. ഭക്ഷണ നിമിത്തം ദൈവനിർമ്മാണത്തെ അഴിക്കരുത്. എത്ര നാം ഈ അധ്യായം ആദ്യം മുതൽ വായിക്കുമ്പോൾ എത്ര കർശനമായിട്ടാണ് വിവിധ ഭാഷകളും വാക്കുകളും അതുപോലെ തന്നെ ഉപമകൾ അല്ലെങ്കിൽ പ്രത്യേക വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയുന്നത് ദൈവനിർമ്മാണത്തെ അഴിക്കരുത് ഭക്ഷണ നിമിത്തം. ഇവിടെ ദൈവനിർമ്മാണം എന്ന് പറയുന്നത് ദൈവരാജ്യമാണ് അല്ലെങ്കിൽ സഭയാണ്. ദൈവസഭയെ അഴിക്കാൻ ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഉള്ള തർക്കങ്ങൾ കൊണ്ട് ഇടയാകുമെന്നുള്ളതാണ്. അപ്പോൾ ദൈവസഭയ്ക്ക് ദോഷമായിട്ട് വരിക എന്നുള്ളതാണ് ഇവിടെ ദൈവനിർമ്മാണത്തെ അഴിക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം. ദൈവം പണിയുന്നതായിട്ടുള്ള സഭയെ അഴിക്കുവാനായിട്ടോ ആ സഭയ്ക്ക് ദോഷം വരുന്നൊന്നും ചെയ്യുവാനായിട്ടോ നമുക്കൊരു അനുവാദവുമില്ല. അങ്ങനെ നാം ചെയ്യുന്നുവെങ്കിൽ, നമുക്കറിയാമല്ലോ, കർത്താവ് തൻ്റെ സഭയെ സംബന്ധിക്കുന്നതായിട്ടുള്ള കർത്താവിൻ്റെ ആദ്യത്തെ പ്രഖ്യാപനം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നാണ്. അപ്പോൾ സഭയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്നത്, സഭയെ അഴിക്കുന്നത് അല്ലെങ്കിൽ സഭയെ നശിപ്പിക്കുന്നത് പാതാള ഗോപുരങ്ങളാണ് എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള സൂചന. അപ്പോൾ ഒരു സഭയിൽ നാം എന്തെങ്കിലും വിധത്തിൽ വിശ്വാസികൾക്ക് ഇടർച്ചയും അവരെ നശിപ്പിക്കുകയോ അവിടെ സ്നേഹമില്ലാതെ നടക്കുകയോ അല്ലെങ്കിൽ ദൈവിക നിർമ്മാണത്തെ അഴിക്കുകയോ ചെയ്താൽ നാം അവിടെ ചേർന്ന് നിൽക്കുന്നത് പാതാള ഗോപുരങ്ങളോടാണ്. കാരണം പാതാള ഗോപുരങ്ങളാണ് സഭയെ ജയിക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുന്നത്. അപ്പോൾ നാം ദൈവസഭയിൽ അന്യോന്യം പ്രയോജനമുള്ളത് ചെയ്യുവാനും അന്യോന്യം ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ള കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവമക്കൾക്ക് ഇടർച്ച വരുത്തുമ്പോൾ നാം കൂട്ടുകൂടുന്നത് പാതാള ഗോപുരങ്ങളുടെ കൂടെയാണ് എന്ന് ചിന്തിക്കുമ്പോൾ ദൈവം സഭയെ എത്രയേറെ ശ്രദ്ധിക്കുന്നു, കാക്കുന്നു, സൂക്ഷിക്കുന്നു എന്നും അതിനോട് അങ്ങനെ ദൈവം സൂക്ഷിക്കുന്നതായിട്ടുള്ള സഭയോട് നാം എത്രത്തോളം ശ്രദ്ധയോടെ ഇരിക്കേണ്ടതാണ് എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, സഭ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ തോന്നിയതുപോലെ പെരുമാറാൻ ഉള്ള ഒരു കാര്യമല്ല. വിശ്വാസികൾ എന്ന് പറയുന്നത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറാൻ കഴിയുന്നതായിട്ടുള്ള ആളുകളല്ല. അത് ദൈവസന്നിധിയിൽ ഏറെ പ്രിയമുള്ളതും ദൈവം
തൻ്റെ പുത്രനെ യാഗമായി കൊടുത്തുകൊണ്ട് പണിയുന്നതുമായിട്ടുള്ള ഒരു കർത്താവിൻ്റെ ശരീരം എന്ന് വിളിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനോടുള്ള നമ്മുടെ സമീപനം എന്ന് പറയുന്നത് ദൈവം അതിനെ എങ്ങനെ കാണുന്നുവോ അങ്ങനെ തന്നെ കാണേണ്ടത് ആവശ്യമാണ്. അടുത്ത് വായിക്കുന്നത് എല്ലാം ശുദ്ധം തന്നെ, എല്ലാം ശുദ്ധമാണ്. അതായത് ഇവിടെ ഭക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാം ശുദ്ധമാണ്, എല്ലാ ഭക്ഷണവും നമുക്ക് കഴിക്കാം. കഴിക്കരുതാത്തത് എന്ന് പറയുന്നത് രണ്ടേ ഉള്ളൂ: രക്തം, ശ്വാസം മുട്ടിച്ചത്. അതല്ലാതെ മറ്റ് യാതൊരു വക ഭക്ഷണ നിയമങ്ങളും ദൈവവചനത്തിലില്ല. എല്ലാം നമുക്ക് കഴിക്കാം, എല്ലാം ശുദ്ധമാണ്. എങ്കിലും ഇടർച്ച വരുത്തുമാറ് തിന്നുന്ന മനുഷ്യന് അത് ദോഷമത്രേ. എന്നാൽ മറ്റൊരാൾക്ക് ഇടർച്ച വരുത്തുന്ന നിലയിൽ, നമ്മൾ ഇന്നലെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായത്തിൽ സംബന്ധിച്ച് വായിച്ചതാണ്, മറ്റൊരാൾക്ക് ഇടർച്ച വരുത്തുന്ന രീതിയിൽ നാം ശുദ്ധമായിട്ടുള്ള കാര്യങ്ങളോ സ്വീകാര്യമായിട്ടുള്ള കാര്യങ്ങളോ ആണ് ചെയ്യുന്നതെങ്കിൽ പോലും ഇടർച്ച വരുത്തുന്നു എന്നുള്ള നിലയിൽ നാം കുറ്റക്കാരായിട്ട് തീരുന്നതാണ്. അപ്പോൾ ഒരുപക്ഷെ നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമുക്ക് ന്യായമായും അവകാശമുള്ളതായിട്ടുള്ള ഒരു കാര്യം പോലും അത് ആസ്വദിക്കുന്നതിന് ദൈവസഭയ്ക്ക് ഇടർച്ചയാകുന്നുവെങ്കിൽ നമുക്ക് അവകാശമില്ല. അപ്പോൾ നമ്മുടെ ആസ്വാദനമല്ല, നമ്മുടെ നിയമം അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യമല്ല, മറിച്ച് സഹോദരന്മാർക്ക് ഇടർച്ച വരുത്താതിരിക്കുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ കാര്യം. ഇടർച്ച വരുത്തുക എന്ന് പറഞ്ഞാൽ സഹോദരന്മാർക്ക് ഇടർച്ച വരാതിരിക്കേണ്ടതിന് എന്ത് വിട്ടുവീഴ്ചയും, നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ വിട്ടുവീഴ്ച പോലും നാം ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അങ്ങനെ തന്നെയാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായത്തിലും കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചത്. എങ്കിലും ഇടർച്ച വരുത്തുമാറ് തിന്നുന്ന മനുഷ്യന് അത് ദോഷമത്രേ. പലപ്പോഴും ആളുകളുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത്, എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ അവകാശം, ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യും, എൻ്റെ കാര്യത്തിലൊന്നും ആരും ശ്രദ്ധിക്കേണ്ട, എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട, ആരുടെയും ഇഷ്ടങ്ങൾ ഞാൻ നോക്കാറില്ല. പ്രിയമുള്ളവർ, ഇതൊന്നും ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങളല്ല. ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങളിൽ ബലഹീനമായിട്ടുള്ള സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ, അറിവില്ലാത്ത സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ഉൾക്കൊള്ളുകയും അവരെയും കൂടെ ഒരു പക്വതയിലേക്ക്, ആത്മീയമായിട്ടുള്ള ഒരു പക്വതയിലേക്ക് വളർത്തുകയും കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അങ്ങനെ ആത്മാക്കൾ, അങ്ങനെ മനുഷ്യർ അങ്ങനെ പക്വതയിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ അത്തരം ബലഹീനമായിട്ടുള്ള ന്യായങ്ങളൊന്നും പറയുവാനായിട്ട് നിൽക്കുകയില്ല എന്നുള്ളതാണ്. നാം ഒറ്റയ്ക്ക് ഓടുന്നതായിട്ടുള്ളൊരു ഓട്ടമല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അത് നാം ഒരുമിച്ച് ഓടുന്നതായിട്ടുള്ളൊരു ഓട്ടമാണ്. ഒരാൾ ഒറ്റയ്ക്ക് ഓടാം എന്ന് തീരുമാനിച്ചാൽ പ്രിയമുള്ളവരെ, അത് ദൈവിക പരിപാടിയല്ല, അത് ഒരു നന്മയ്ക്കായിട്ട് അത് തീരുകയുമില്ല. ഈ ഒറ്റയ്ക്ക് ഓടുന്നവരെ എപ്പോഴും അവർ ഒറ്റയാന്മാരായിരിക്കും. അവരൊരിക്കലും ദൈവസഭയുടെ ഭാഗമായിരിക്കാൻ അവർക്ക് കഴിയുകയില്ല. അവർ ദൈവസഭയ്ക്ക്, അതായത് ആ ഒരു ശരീരം എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ പരിപാടിക്കോ അല്ലെങ്കിൽ പണിക്കോ ചേർന്നവരായിരിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഒറ്റയാന്മാരല്ല, നമ്മളൊരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. അറിയാമല്ലോ, നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ, കേടുണ്ടെങ്കിൽ ആ ഒരു അവയവത്തിനൊരു പ്രത്യേക പരിഗണനയാണ് നമ്മൾ കൊടുക്കുക. മരുന്ന് വയ്ക്കുകയും ശുശ്രൂഷിക്കുകയും, എവിടെയെങ്കിലും പൊള്ളിയിട്ടുണ്ടെങ്കിൽ, കയ്യിൽ എവിടെയെങ്കിലും പൊള്ളിയാൽ നമ്മൾ ഊതും, അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അത് ആ ബലഹീനമായ ഭാഗത്ത് ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മളുടെ മറ്റ് ശരീരഭാഗങ്ങൾ അതിനെ യഥാർത്ഥത്തിൽ അതിനെ ആശ്വസിപ്പിക്കുകയും ആശ്വാസം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു സഭയിലെ ബലഹീനമായിട്ടുള്ള വിശ്വാസികളോട് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള മനോഭാവം എന്ന് പറയുന്നത്. എന്നാൽ സഭയിൽ വളരെ മത്സരികളായിട്ടുള്ള, ആർക്കും വിധേയപ്പെടാത്ത ആളുകളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പല സഭകളിലും അങ്ങനെയുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അവർ മത്സരികളാണെങ്കിൽ അവരോട് പെരുമാറേണ്ടത് വ്യത്യസ്തമായിട്ടുള്ള നിലയിലാണ് എന്നുള്ളതും ഇവിടെ ഞാൻ പരാമർശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ ഇവിടെ മത്സരത്തെക്കുറിച്ചല്ല, അങ്ങനെയുള്ള ആളുകളെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അതിനുശേഷം വീണ്ടും 21-ാമത്തെ വാക്യത്തിൽ വീണ്ടും എടുത്തു പറയുകയാണ്, മാംസം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും സഹോദരൻ ഇടർച്ച വരുത്തുന്ന യാതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന തർക്കം എന്ന് പറയുന്നത് മാംസം തിന്നുന്നതിനെ കുറിച്ചും വീഞ്ഞു കുടിക്കുന്നതിനെ കുറിച്ചും ഏതെങ്കിലും പ്രത്യേക ദിവസങ്ങളെ മാനിക്കുന്നതിനെ കുറിച്ചുമാണ് അവിടെ തർക്കമുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഒരു വാക്കുകൂടി ഇവിടെ ചേർക്കുന്നുണ്ട്. അത് രണ്ടും മാത്രമല്ല, ഈ പശ്ചാത്തലത്തിൽ ഇത് രണ്ടുമായിരുന്നു പ്രശ്നം. എന്നാൽ പൗലോസ് അപ്പോസ്തലനോട് പറയുന്നത്, സഹോദരന് മാംസം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും
സഹോദരന് ഇടർച്ച വരുത്തുന്ന യാതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത്. അപ്പോൾ ഇത് മാത്രമല്ല, സഹോദരന്മാർക്ക് ഇടർച്ച വരുത്തുന്ന ഒന്നും ചെയ്യാൻ അനുവാദമില്ല. അപ്പോൾ നാം എന്തെങ്കിലും ഒരു സഭയുടെ പശ്ചാത്തലത്തിൽ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടതായിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ഏതെങ്കിലും ഒരു ബലഹീന സഹോദരന് ഇടർച്ചയാകുന്നുണ്ടെങ്കിൽ നമ്മുടെ യാതൊരു വക സ്വാതന്ത്ര്യത്തിനോ അവകാശങ്ങൾക്കോ അവിടെ യാതൊരു വിലയുമില്ല എന്നുള്ളതാണ് കാര്യം. നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ നീതിന്യായ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്ക് ഏതെങ്കിലും ബാങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്കോ ഒക്കെ കടമുണ്ട് എന്ന് വിചാരിച്ചുകൊള്ളുക. നമുക്കൊരു ബാധ്യത കൊടുത്തു തീർക്കാനുണ്ട്. നാം ഒരു ബാങ്കിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപ കടമെടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. എന്നാൽ നാം ഗവൺമെന്റിന് ഏതെങ്കിലും നിലയിൽ ഒരു കടം കൊടുത്തു തീർക്കാനുണ്ടെങ്കിൽ നാം ബാങ്കിൽ പണയം വെച്ചിരിക്കുന്നതായിട്ടുള്ള വസ്തുവിന്മേൽ ഗവൺമെന്റിനാണ് ആദ്യത്തെ അധികാരം, ബാങ്കിനല്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ അവകാശത്തിന് ഉള്ള നമ്മുടെ അധികാരം എന്ന് പറയുന്നത് രണ്ടാമതാണ്. സഹോദരന് ഇടർച്ച വരുത്തുന്നുണ്ടോ എന്നുള്ളതാണ് നാം നോക്കുന്നത്. ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും, അത് ഭക്ഷണം കഴിക്കുന്നതിലോ വീഞ്ഞു കുടിക്കുന്നതിലോ ഏതെങ്കിലും ദിവസങ്ങൾ ആചരിക്കുന്നതിലോ മാത്രമല്ല, ഒരു കാര്യത്തിലും സഹോദരന്മാർക്ക് ഇടർച്ച വരുത്തുവാനായിട്ട് പാടില്ല. പ്രിയമുള്ളവരെ, നാം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരാണോ നമ്മുടെ ജീവിതത്തിൽ? നമ്മുടെ ഒരു ശരീരം, നമ്മുടെ കൈ നമ്മുടെ ശരീരത്തെ ഒന്നും നുള്ളി ഞോപ്പിക്കുകയില്ല, ശരിയല്ലേ? നമ്മുടെ ശരീരത്തിന് ദോഷം വരുന്നതൊന്നും നമ്മുടെ ഒരവയവവും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുകയില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ദൈവസഭയിൽ അന്യോന്യം ദോഷം വരുത്തുന്നതായ, ഇടർച്ച വരുത്തുന്നതായ, നാശം വരുത്തുന്നതായ, ദൈവത്തിന്റെ ഗ്രഹനിർമ്മാണം അഴിക്കുന്നതായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും സഭയിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല. അങ്ങനെ ഉണ്ടാകുന്ന പക്ഷം യഥാർത്ഥത്തിൽ നാം പാതാള ഗോപുരത്തിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സഭയിൽ ഭിന്നത ഉണ്ടാക്കുന്നവരെ 1-2 വട്ടം ബുദ്ധി ഉപദേശിച്ചതിന് ശേഷം അവരെ ഒഴിവാക്കുക എന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നതിന് കാര്യം അതാണ്. ഈ ഭിന്നത വരുത്തുന്നതായിട്ടുള്ള ആളുകൾ അവർ പാതാള ഗോപുരത്തിന്റെ പക്ഷം ചേർന്നിരിക്കുന്നു, അവർക്ക് ദൈവസഭയിൽ അംഗമായിരിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ്. നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധിയിൽ നിനക്ക് തന്നെ ഇരിക്കട്ടെ. നമുക്ക് എല്ലാം തിന്നാം എന്നുള്ള വിശ്വാസമുണ്ട്. എല്ലാ ദിവസവും പ്രത്യേകതകളൊന്നും ഒരു ദിവസത്തിനും ഇല്ല എന്നുള്ളതായിട്ടുള്ള വിശ്വാസം നമുക്കുണ്ട്. പക്ഷേ അത് ദൈവസന്നിധിയിൽ ഇരുന്നോട്ടെ, സഭയിൽ എടുക്കരുത് എന്നുള്ളതാണ്. കാരണം നിന്റെ വിശ്വാസം, നമ്മളുടെ വിശ്വാസം, ഇവിടെ ഈ വിശ്വാസം എന്ന് പറയുന്നത് ദൈവവിശ്വാസത്തെക്കുറിച്ചല്ല. എല്ലാം കഴിക്കാമെന്നും എല്ലാം കുടിക്കാമെന്നും ഒരു ദിവസത്തിനും ഒരു പ്രാധാന്യവും ഇല്ല എന്നും ചിന്തിക്കുന്നതായിട്ടുള്ള നമ്മളുടെ വിശ്വാസം, ആ വിശ്വാസം നമ്മളെ ദൈവസന്നിധിയിൽ വെച്ചുകൊള്ളുക. സഭയിൽ അത് എടുക്കരുത്. സഭയിൽ അത് എടുത്താൽ ഏതെങ്കിലും ഒരു ബലഹീന സഹോദരന് ഇടർച്ച വരുന്നുവെങ്കിൽ അവിടെ നിങ്ങൾ കുറ്റക്കാരായിത്തീരും. സഹോദരന്മാർക്ക് ഇടർച്ച വരുത്തുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. വിശ്വാസമൊക്കെ ദൈവസന്നിധിയിൽ നിനക്ക് തന്നെ ഇരിക്കട്ടെ. അത് മറ്റൊരാളുടെ മേൽ പ്രയോഗിക്കുവാനോ അതിലേക്ക് മറ്റുള്ളവരെ വലിച്ചിഴയ്ക്കുവാനോ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനോ ഒന്നും ദൈവസഭയിൽ അധികാരമില്ല. ദൈവരാജ്യത്തിൽ അതിനുള്ളൊരു അനുവാദമില്ല. കാരണം ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പരിപാടിയല്ല, അതൊരു ദൈവിക പരിപാടിയാണ്. നമുക്ക് അധികാരമുള്ളതായിട്ടുള്ളൊരു സ്ഥലമല്ല ദൈവരാജ്യം. നമ്മൾ കേവലം അതിലെ അംഗങ്ങളും അതിൽ ജോലിക്കാരുമാണ്. അതല്ലാതെ അതിൻ്റെ അധികാരി നാം അല്ല എന്നുള്ളത് കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ അധികാരി അല്ലെങ്കിൽ ദൈവസഭയുടെ അധികാരി അല്ലെങ്കിൽ അതിൻ്റെ തലയായിരിക്കുന്ന കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു പരിപാടി മാത്രമേ നമുക്ക് പാടുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ വിശ്വാസം എന്താണെങ്കിലും, ഈ കാര്യങ്ങളെ, ഇതുപോലെയുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്ന നമ്മളുടെ വിശ്വാസം എന്താണെങ്കിലും അതൊക്കെ ദൈവസന്നിധിയിൽ നമുക്ക് തന്നെ വെച്ചുകൊള്ളുക. അതല്ലാതെ ദൈവസഭയിലേക്ക് അത് എടുക്കരുത്. താൻ സ്വീകരിക്കുന്നതിൽ തന്നെത്താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ. താൻ സ്വീകരിക്കുന്നതിൽ തന്നെത്താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ. അത് ആ ഒരു പശ്ചാത്തലത്തിൽ അത് ഒരല്പം എങ്ങനെയാണത് വിശദീകരിക്കുക എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയ സംശയമുണ്ട്. മിക്കവാറും നാം സ്വീകരിക്കുന്ന, അതായത് നമ്മളുടെ വിശ്വാസം എന്താണെങ്കിലും നാം സ്വീകരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് എപ്പോഴും ദൈവസഭയ്ക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ദൈവമക്കൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ആയിരിക്കണം. അങ്ങനെ ദൈവസഭയ്ക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് നാം സ്വീകരിക്കുന്നതായിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ
അതിൽ നാം വിധിക്കപ്പെടുവാനായിട്ട് പാടില്ല. ദൈവത്താൽ നാം വിധിക്കപ്പെടുവാനായിട്ട് പാടില്ല. തന്നെത്താൻ വിധിക്കാത്തവൻ, നമ്മളുടെ വിധിയല്ല, മറിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ദൈവമക്കളുടെ പ്രമാണവുമാണ് അവിടെ. ദൈവസഭയുടെ നന്മയാണ് അവിടുത്തെ കാര്യമെന്ന് പറയുന്നത്. നമ്മളുടെ വിധിക്ക് അവിടെ ഒരു പ്രസക്തിയില്ല. നാം വിധി ഇതാണ് അതിൻ്റെ ശരി, ഇതാണ് അതിൻ്റെ തെറ്റ് എന്നുള്ള വിധി നാം കൽപ്പിക്കുവാനായിട്ട് പാടില്ല. കാരണം അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിലുള്ളതാണെങ്കിലും അവിടെ ഒരു വിധിക്ക് നമുക്ക് പ്രസക്തിയില്ല എന്നുള്ളത് തന്നെ. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ, ഇനി അടുത്ത പക്ഷത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ഒരു ബലവാനെ സംബന്ധിച്ചാണ് ഇത്രയും പറഞ്ഞത്. എന്നാൽ ഒരു ബലഹീനനെ സംബന്ധിച്ച്, എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് കൊണ്ട് അവൻ കുറ്റക്കാരനായി തീരുന്നു. അപ്പോൾ മാംസം കഴിക്കുന്നത് തെറ്റാണ് എന്നൊരാൾ വിശ്വസിക്കുന്നു. തെറ്റല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. എന്നാൽ തെറ്റാണ് എന്നൊരാൾ വിശ്വസിക്കുന്നു, ആത്മാർത്ഥമായിട്ടും അങ്ങനെ വിശ്വസിക്കുന്നു. അതിനുശേഷം അത് കഴിക്കുന്നത് അവന് പാപമാണ്. അപ്പോൾ തെറ്റ് എന്തോന്നുള്ളത് നാം തീരുമാനിച്ചു. അതിനുശേഷം നമുക്ക് അത് അനുസരിക്കാനായിട്ട് കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ തെറ്റായിരിക്കുന്ന ഒരു കാര്യം നാം ചെയ്യുമ്പോൾ അത് കുറ്റമായിരിക്കുന്നത് പോലെ തന്നെ ഒരുപക്ഷെ തെറ്റല്ലാത്ത കാര്യവും തെറ്റാണെന്ന് നാം ചിന്തിച്ചുകൊണ്ട് അത് ചെയ്താൽ അത് പാപമാണ്. കാരണം അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതല്ല. അതിന് ഒരു പ്രസ്താവനയായിട്ട് പിന്നെ പറയുവാണ്, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. ദൈവത്തെങ്കിലുള്ള വിശ്വാസത്തിൽ നിന്നും നമ്മുടെ നിർമ്മല മനസാക്ഷിയിൽ നിന്നും ഉത്ഭവിക്കാത്ത എല്ലാ കാര്യങ്ങളും പാപമാണ് എന്നുള്ള ഒരു പ്രസ്താവനയോട് കൂടിയാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവസഭയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് ഉൾക്കൊള്ളാം. ദൈവമക്കളുടെ പ്രാധാന്യത്തെ, ദൈവസഭയുടെ പ്രാധാന്യത്തെ നാം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ദൈവസഭയിൽ നാം ശുശ്രൂഷ ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.